അധ്യാപകരെ, ഞാനും നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ആരാ? പിതാവെ, ഞാൻ പിതാവിനോടും ചോദിച്ചോട്ടെ, പിതാവ് ആരാ? നീ ആരാണ്? നീ എന്താണ്? നീ എന്തിനാണ്? നീ എങ്ങനെയാണ്? ഹൂ, വാട്ട്, ഹൗ, വാട്ട് ഫോർ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള ആദ്യത്തെ പഠനമുണ്ട്. വിഭൂതിയുടെ ദിവസത്തിൽ നിങ്ങൾ കരിക്കുരി തിരുനാളിൽ, കുരിശുവര തിരുനാളിൽ നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്, മനുഷ്യ നീ മണ്ണാകുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, പദാർത്ഥമാണ്. നമ്മളെല്ലാവരും ആത്യന്തികമായി അടിസ്ഥാനപരമായി പദാർത്ഥമാണ്. ഇന്ന് മനുഷ്യനെ പദാർത്ഥമായി മാത്രം കാണുന്ന ജഡിക ചിന്തകളുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ആ മനുഷ്യൻ ഉൽപ്പത്തി 2:7 തന്നെ പറഞ്ഞു, അവനിൽ ജീവശ്വാസം കൊടുത്തു. അവൻ ജീവനുള്ള പദാർത്ഥമാണ്. ആ ജീവനുള്ള പദാർത്ഥത്തെ വിളിക്കുന്ന പേര് ജീവി, ജന്തു, മൃഗം. അങ്ങനെയല്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കണ്ട. എല്ലാ മൃഗത്തിൻ്റെയും തൃഷ്ണകൾ, ഭക്ഷിക്കണമെന്ന തൃഷ്ണ, കുടിക്കണമെന്ന തൃഷ്ണ, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങണം, ആ മനോഭാവം നമുക്കുണ്ട്. പിന്നെ മനുഷ്യൻ്റെ മൃഗത്തിൻ്റെ തൃഷ്ണയാണ് രമിക്കണം, സെക്സ്, അതെല്ലാവർക്കും ഉണ്ട്. അതിന് കാടിൻ്റെ നിയമം എല്ലാത്തിനെയും പിടിച്ചെടുത്ത് അതീശത്വം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മനുഷ്യൻ മൃഗമാണ്. മൃഗത്തെ പോലെ നോക്കിക്കാണുന്നൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് മനുഷ്യൻ. മൂന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 9-17 വാക്യത്തിൽ മനുഷ്യൻ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് അറിവിൻ്റെ വൃക്ഷം, അറിവ്, നീ ബുദ്ധിയുള്ള മൃഗമാണ്, വിവേചനാധികാരമുള്ള ഡിസ്ക്രിഷണി പവറുള്ള മനുഷ്യനാണ്, നീ ബുദ്ധിയുള്ള മൃഗമാണ്. നിരീശ്വരത്വത്തിന്റെ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ നീ ആരാകുന്നെന്ന ചോദ്യത്തിന് ബുദ്ധിയുള്ള മൃഗം മാത്രമായി കണ്ട് മനുഷ്യന്റെ ആ തോതിൽ മാത്രം കാണപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മനുഷ്യൻ ഈ പദാർത്ഥം മാത്രമാണോ? മൃഗം മാത്രമാണോ? ബുദ്ധിയുള്ള മൃഗം മാത്രമാണോ? അതിൻ്റെ അപ്പുറത്തുള്ള മനുഷ്യനെ നോക്കിക്കാണാൻ ആണ് യേശു നമ്മെ പഠിപ്പിച്ചത്. ദൈവം നമ്മെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിപ്പിക്കുന്നത്. ആരാണ് മനുഷ്യൻ? ഉൽപ്പത്തി പുസ്തകം 1:26 പറഞ്ഞു, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഈ ദൈവത്തിൻ്റെ ഛായയുള്ള മനുഷ്യൻ, അതിനെ നമുക്ക് സഭാപരമായ ഭാഷയിൽ പറയാം, ആത്മാവുള്ള മനുഷ്യൻ.